നമസ്കാരം. 2024 LGS രണ്ടാം ഘട്ട എക്സാമിലെ ആനുകാലിക ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് നാം ഇന്ന് ക്ലാസ്സിൽ നോക്കുന്നത്. ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. ഇറ്റലിയാണ് ആൻസർ ആയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ, 2023 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കാം. ജപ്പാനാണ്. ജപ്പാനിലെ ഹിരോഷിമയിലാണ് 2023 G7 ഉച്ചകോടി നടന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാം. 2025 G7 ഉച്ചകോടി നടക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം. കാനഡയിലാണ്. കാനഡയിലെ കനാനാസ്കിസിലാണ്, അതുപോലെ തന്നെ അൽബർട്ട നഗരങ്ങളിലായിട്ടാണ് G7 ഉച്ചകോടി നടക്കുന്നത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റു വസ്തുത എന്ന് പറഞ്ഞാൽ G7 എന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. G7 രാജ്യങ്ങൾ. 1975 G7 രാജ്യങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ സംഘടനയിൽ അംഗമായ ഏക ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ഈ സംഘടനയിൽ അംഗമായ ഏക ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പാണ്. അതിൽ ജേതാവായ ഇന്ത്യക്കാരിയാണ് ദിവ്യ ദേശ്മുഖ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റു ക്വസ്റ്റ്യൻസ് നോക്കാം. 2024 സെപ്റ്റംബറിൽ നടക്കുന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡിന് വേദിയാകുന്ന രാജ്യം ഏതാ? 2024 സെപ്റ്റംബറിൽ നടക്കുന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡിന് വേദിയാകുന്ന രാജ്യം നമുക്ക് പ്രതീക്ഷിക്കുക ഏതാ? ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ്. ഇതിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യ കിരീടം നേടി. 2024 സെപ്റ്റംബറിൽ നടന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡിന് കിരീടം നേടിയ രാജ്യം എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. അത് എവിടെ വെച്ച് നടന്നു? വേദി ചോദിച്ചാൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെർബിയ ചെസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ മലയാളി ആര്? മലയാളി ഗ്രാൻഡ് മാസ്റ്റർ. സെർബിയ ചെസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ മലയാളി ഗ്രാൻഡ് മാസ്റ്ററാണ് നിഹാൽ സരീൻ. നിഹാൽ സരീനാണ് സെർബിയ ചെസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ജേതാവായ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നിഹാൽ സരീൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എന്നറിയപ്പെടുന്നത് കൊച്ചി വാട്ടർ മെട്രോ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്നറിയപ്പെടുന്നത് കൊച്ചി വാട്ടർ മെട്രോ ആണ്. ഈ കൊച്ചി വാട്ടർ മെട്രോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. 2023 ഏപ്രിൽ 25-ന് നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ഇവിടെ ആൻസർ നമുക്ക് മനു ബാങ്കർ. ഇതുമായി പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ 57 കിലോഗ്രാം പുരുഷ വിഭാഗം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ 57 കിലോഗ്രാം പുരുഷ വിഭാഗം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അമൻ സഹ്റാവത്താണ്. ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് അമൻ സഹ്റാവത്ത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 57 കിലോഗ്രാം പുരുഷ വിഭാഗം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അമൻ സഹ്റാവത്ത്. ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് അമൻ സഹ്റാവത്ത്. ഹരിയാന സ്വദേശിയാണ്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിങ്ങിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിങ്ങിൽ ഷൂട്ടിങ്ങിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് സ്വപ്നിൽ കുശാലെ. മഹാരാഷ്ട്ര സ്വദേശിയാണ്. അടുത്ത പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൺ മിക്സർ ടീമിനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളാണ് മനു ബാങ്കറും സരബ് ജ്യോതി സിംഗുമാണ്. 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സർ ടീമിനത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഗഗൻയാനാണ്. ഗഗൻയാനാണ്. ഓക്കെ, പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് ആർ ഹട്ടൺ ആണ്. ആർ ഹട്ടൺ. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആർ ഹട്ടൺ. ഇത് ഗഗൻയാൻ ദൗത്യം എന്ന് പറഞ്ഞാൽ 4 പേരെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഇതിൽ ഉൾപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഓക്കെ, ഇതിൻ്റെ പ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ്. 10,000 കോടി രൂപയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. 23 ഏകദിന ലോകകപ്പാണ്. ഏകദിന ലോകകപ്പ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. ഇന്ത്യയെ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ കിരീടമണിഞ്ഞത്. ഓക്കെ, വേദി എവിടെയായിരുന്നു? ഇന്ത്യ ആയിരുന്നു. സമ്പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെയായിരുന്നു വേദി. ഓക്കെ, ഇന്ത്യ റണ്ണറപ്പ് കൂടിയായിരുന്നു. ഓക്കെ, ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് ട്രവിസ് ഹെഡ് ആണ്. ഓക്കെ, ഓസ്ട്രേലിയൻ താരമായ ട്രവിസ് ഹെഡ് ആണ് ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച്. ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി വിരാട് കോഹ്ലി മാറി. ഓക്കെ, 765 റൺസാണ് നേടിയത്. ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായത് വിരാട് കോഹ്ലിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട 53ാമതാണ്. 53ാമത് നമ്മൾ നോട്ട് ചെയ്യുക. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ്. ഓക്കെ, മമ്മൂട്ടിയാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കുക. അങ്ങനെയെങ്കിൽ 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച നടനായിട്ടുള്ള പൃഥ്വിരാജാണ്. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയി പ്രഖ്യാപിച്ചതാണ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഏതാ സിനിമ? ആടുജീവിതമാണ്. ഓക്കെ, ആടുജീവിതമാണ്. ഓക്കെ, നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാന്ന് ചോദിക്കുക. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ 23 നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർവശിയാണ്. ഉർവശി, അതുപോലെ തന്നെ ബീന ചന്ദ്രനുമാണ്. ഓക്കെ, ഉർവശിയുടെ സിനിമ എന്ന് പറയുന്നത് ഉള്ളൊഴുക്കാണ്. ഉള്ളൊഴുക്കാണ് ഉർവശി അഭിനയിച്ച സിനിമ. ബീന ചന്ദ്രൻ്റെ തടവാണ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാതൽ ദി കോറാണ്. കാതൽ ദി കോർ ജിയോ ബേബിയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മികച്ച ജനപ്രിയ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ആടുജീവിതം. ബ്ലെസ്സിയുടെ ആടുജീവിതമാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഒന്നുകൂടി ഒരു 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജാണ്. നടി ഉർവശിയെ അതിനർഹമാക്കിയത് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. ബീന ചന്ദ്രനെ തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനും. അതുപോലെ തന്നെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ ദി കോറാണ്. ഓക്കെ, മികച്ച ജനപ്രിയ ചിത്രമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആടുജീവിതമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? നികുതി 30%. 30%. 2023-24 ബഡ്ജറ്റ് പ്രകാരം ഇതിന് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യനിൽ 28%. 28% 2024-25 ബഡ്ജറ്റിൽ ഇത് 30% ഉയർത്തി. ഓക്കെ, തുടർച്ചയായി 7 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയതും ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഓക്കെ, തുടർച്ചയായി 7 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി. എന്നാൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ്, 10. ഓക്കെ, നമുക്ക് അടുത്ത കണക്റ്റിംഗ് ഫാക്റ്റ് നോക്കാം. ഡിജിറ്റൽ കറൻസികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നികുതി നിരക്ക് അത് 30%. ഓക്കെ, നമുക്ക് രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചിരിക്കാം. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. അതുപോലെ തന്നെ ഡിജിറ്റൽ കറൻസികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നികുതി നിരക്ക് എത്ര ചോദിച്ചാലും അത് 30%. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേലാണ് കേട്ടോ. അവിടെ നൊബേൽ ഓക്കെ, ലഭിച്ചതാർക്ക് എന്നാണ് ചോദ്യം. ഓക്കെ, 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചതാർക്കെന്നാണ് ചോദ്യം. നമുക്ക് ആൻസറായിട്ട് ക്ലോഡിയ ഗോൾഡീൻ. ഓക്കെ, ക്ലോഡിയ ഗോൾഡീൻ, USA-കാരിയായ ക്ലോഡിയ ഗോൾഡീനാണ്. ഓക്കെ, നൊബേൽ സമ്മാനം ലഭിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിക്കുന്ന 3ാമത്തെ വനിത കൂടിയാണ് ക്ലോഡിയ ഗോൾഡീൻ. ഓക്കെ, നമുക്ക് ആ 2023 വർഷത്തിൽ തന്നെ സാഹിത്യത്തിന് നമുക്ക് ആരാ നോക്കാം. യോൺ ഫോസെ, നോർവേക്കാരിയായ യോൺ ഫോസയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ,
അതുപോലെ തന്നെ സമാധാന നൊബേൽ ലഭിച്ചിട്ടുള്ളത് നർഗീസ് മുഹമ്മദി ഇറാൻകാരനായ നർഗീസ് മുഹമ്മദിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. കുറേ പ്രാവശ്യം ആവർത്തിച്ച ക്വസ്റ്റ്യനാണ്. ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരെന്നും അതുപോലെ തന്നെ ജന്മദേശമൊക്കെ കുറേ തവണ ചോദിച്ച ചോദ്യമാണ്. പോർച്ചുഗലാണ്. ഓക്കെ, പോർച്ചുഗലാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റു ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാന്ന് ചോദിക്കുക. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതിനേനി ഹരീശൻ. അടുത്തിടെ റീസെൻ്റ്ലി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തതാണ്. UN-ൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ UN ജനീവ ഘടകത്തിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരെന്ന് ചോദിക്കാം. UN ജനീവ ഘടകത്തിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് അരിന്ദം ബാഗ്ചി. ഓക്കെ, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതിനേനി ഹരീഷാണ്. UN ജനീവ ഘടകത്തിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് SIG എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, UPI. അടുത്ത ഇതുമായി ബന്ധപ്പെട്ട എന്താ, UPI അവതരിപ്പിച്ച ആദ്യ വിദേശ രാജ്യം ഏത് എന്നാണ് ചോദ്യം. UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, അതായത് UPI എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, അത് ആദ്യമായിട്ട് അവതരിപ്പിച്ച വിദേശ രാജ്യം എന്ന് ചോദിച്ചാൽ ഭൂട്ടാനാണ്. 2021 ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ജപ്പാനെ മറികടന്ന് ഓക്കെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത് ജർമ്മനിയാണ്. ജപ്പാനെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. കഴിഞ്ഞ കുറേ എക്സാമുകളിൽ ചോദിച്ച ചോദ്യം കൂടിയാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഓക്കെ, സൗദി അറേബ്യയാണ് ആൻസർ ആയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം 2025 എവിടെയാണ് നടക്കുന്നത്? റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. അങ്ങനെ 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ്. 2023 ഐവറി കോസ്റ്റ് ആതിഥേയത്വം വഹിച്ചു. 2024 സൗദി അറേബ്യ ആതിഥേയത്വം വഹിച്ചു. 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ ആതിഥേയത്വം വഹിക്കാൻ പോകുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ തീം എന്ന് ചോദിച്ചാൽ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. ഇതാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതെന്നാണ് ചോദിച്ചത്. PSLV C57 ആണ്. ഓക്കെ, ഇതും ചോദിച്ച ചോദ്യം തന്നെയാണ്. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനമാണ് PSLV C57. ഓക്കെ, വിക്ഷേപണ ഡേറ്റ് എന്ന് പറയുന്നത് കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ഇമ്പോർട്ടൻ്റ് ആണ്. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചു. ഇതിൻ്റെ മിഷൻ ഡയറക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. മിഷൻ ഡയറക്ടറാണ് SR ബിജു മലയാളിയാണ് അദ്ദേഹം കേട്ടോ. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ആദിത്യ L1-ൻ്റെ മിഷൻ ഡയറക്ടർ മലയാളിയായ SR ബിജു ആണ്. അങ്ങനെയെങ്കിൽ പ്രൊജക്റ്റ് ഡയറക്ടർ ആരെന്ന ചോദ്യം വരാം. പ്രൊജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി തമിഴ്നാട് സ്വദേശിയാണ്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ദൗത്യ കാലാവധി, ആദിത്യ L1-ൻ്റെ ദൗത്യ കാലാവധി എന്ന് പറയുന്നത് 5 വർഷവും 2 മാസമാണ്. ഓക്കെ, 5 വർഷവും 2 മാസം. ഓക്കെ, ആദിത്യ L1 വിക്ഷേപിച്ചത് PSLV C57 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2 മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. പ്രൊജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. ദൗത്യത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷവും 2 മാസവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ജേതാക്കളായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഇങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. 2022 ഫിഫ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമല്ല ചോദിച്ചത്. ആ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നതാണ് ചോദ്യം. നമുക്ക് രാജ്യത്തെ അറിയാം. രാജ്യം അർജൻറ്റീനയാണ്. ഈ അർജൻറ്റീന ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക. ഓക്കെ ആണല്ലോ. നമുക്ക് ഇതുമായി പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിഫ പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി സ്റ്റെഫാനി ഫ്രപ്പാട്ടാണ്. ഓക്കെ, സ്റ്റെഫാനി ഫ്രപ്പാട്ട്
ഫ്രാൻസുകാരിയാണ്. ഓക്കെ, നമുക്ക് ചോദിക്കാം, പ്രതീക്ഷിക്കാം. ഫിഫ പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി എന്ന് ചോദിച്ചാൽ സ്റ്റെഫാനി ഫ്രപ്പാട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് 77ാമത്, അതായത് 2023-24 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. ഓക്കെ, 2023-24 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ് ആണ്. ഓക്കെ, സർവീസസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഖത്തർ ലോകകപ്പിൽ സെമി ഫൈനൽ മത്സരങ്ങൾ ഉപയോഗിച്ച പന്ത് അൽ ഹിൽമാണ്. അൽ ഹിൽമ്. ഓക്കെ, അതിന് മുന്നേയൊക്കെ ഉണ്ടായിരുന്നത് അൽ റഹ്ല ആയിരുന്നു. അൽ റഹ്ല. ഓക്കെ, സെമി ഫൈനലും മത്സരങ്ങൾ ഉപയോഗിച്ച പന്താണ് അൽ ഹിൽമ്. ഓക്കെ, അതുപോലെ തന്നെ സെമി ഫൈനൽ വരെ ഉപയോഗിച്ച പന്താണ് അൽ റഹ്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലോക മണ്ണ് ദിനത്തിൻ്റെ തീം ആയിട്ടാണ് ഇവിടെ മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5 ഓക്കെ, മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5. ഓക്കെ, എല്ലാവർക്കും സ്വാതന്ത്ര്യ, സമത്വം, നീതി. ഓക്കെ, ഇതും കൂടി ഓർത്തിരിക്കുക. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്ന് തീം ഉൾപ്പെട്ട 2023 മനുഷ്യാവകാശ ദിനത്തിൻ്റെ തീമാണ്. 2023 മനുഷ്യാവകാശത്തിൻ്റെ തീം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. അങ്ങനെയെങ്കിൽ 2023 യോഗാ ദിനാചരണത്തിൻ്റെ വേദി എവിടെയായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. 2024 യോഗാ ദിനാചരണത്തിൻ്റെ വേദി ശ്രീനഗറായിരുന്നു. ശ്രീനഗർ. 2024 യോഗാ ദിനാചരണത്തിൻ്റെ വേദിയാണ് ശ്രീനഗർ. ഓക്കെ, 2023 അത് ജബൽപൂരായിരുന്നു. ഓക്കെ, 2023 ജബൽപൂരായിരുന്നു. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന അടുത്തിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ് ചോദിച്ചത്. ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ് ആണ്. ഓക്കെ, ആൻസർ എംപോക്സ് ആണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചത്, പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചത് കർണാടകയിലാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചത് കർണാടകയിലാണ്. എന്നാൽ നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്. ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് രാജസ്ഥാനാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് രാജസ്ഥാൻ. മരണം റിപ്പോർട്ട് ചെയ്തത് രാജസ്ഥാനിലും ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചത് കർണാടകയിലുമാണ്. ഓക്കെ, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ നെൽസൺ മണ്ടേല പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ്. ലോകാരോഗ്യ സംഘടനയുടെ നെൽസൺ മണ്ടേല പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സ്ഥാപനമാണ് നിംഹാൻസ്. ഓക്കെ, നിംഹാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നെൽസൺ മണ്ടേല പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബംഗളൂരു ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത് ആസാമിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. ഓക്കെ, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം. ഈ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ LGS 2ാം ഘട്ട ആനുകാലിക ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി വരുന്ന LGS അടുത്ത ഘട്ട എക്സാമുകളിലും ഇനി വരുന്ന PSC എക്സാമുകളിലും ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവരും എക്സാമിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.